ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റാഗി ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് സാൽനയും ഉണ്ടാക്കിയാലോ. ഇത് വളരെ ടേസ്റ്റിയായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നോക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക, ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടണം. ഇതിൻ്റെ കൂടെ ഒരു സവാള കൊത്തി അരിഞ്ഞത് കൂടെ നമുക്ക് ചേർക്കണം. പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയേ. ഉള്ളി പകുതി വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കൂടെ നമുക്ക് കട്ട് ചെയ്ത് അതുകൂടെ നമുക്ക് ചേർക്കണം. ഇത് നന്നായിട്ട് വെന്തോട്ടെ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് മല്ലിയിലയും പുതിന ഇലയും കൂടെ ഒരു പിടി നമുക്ക് ചേർക്കാം. ഇതെല്ലാമായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്തത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കണം. വേണമെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കണം. ഇനി ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ പൊട്ടുകടല, 4 സ്പൂൺ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപേണ ഇതിനെ അരച്ചെടുത്ത് വയ്ക്കണം. ഈ ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടല്ലോ, ഉള്ളി, അതിലേക്ക് ഈ തേങ്ങ കൂടെ നമുക്ക് ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എത്ര വെള്ളം വേണമെങ്കിൽ നമുക്കിത് ചേർക്കാൻ പറ്റും. പക്ഷേ ഉപ്പും എരിവും കണക്കായിരിക്കണം എന്ന് മാത്രമാണ്. നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് സാൽന റെഡിയായി. ഇത് വളരെ ടേസ്റ്റാണ്. ഇത് ചപ്പാത്തി, പൂരിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇത് റാഗി മാവാണ്. റാഗി മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇത് പാൽ ഒഴിച്ചാണ് ഞാനിതിനെ കുഴച്ചെടുത്തത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടി കൂടെ ഞാൻ അരിപ്പൊടി കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയത്, ഇടിയപ്പം ഉണ്ടാക്കിയത്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഈ കറിയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഉരുളക്കിഴങ്ങിൻ്റെ സാൽനയാണെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് തേങ്ങ മതി, രുചിയും കൂടുതലാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.